എടാ ഇന്ന് നിന്നെ ഞാൻ ഒരു സാച്ചിൽ മാസ്റ്റർ ആക്കി മാറ്റും, മനസ്സിലായോ? ഓക്കെ. സാച്ചിൽ ഉപയോഗം എന്താണ്? സാച്ചലിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിലം തൊടാതെ പോകും. അതാദ്യം മാറ്റണം, അതല്ല എന്റെ ഉപയോഗം. ഉപയോഗമല്ല, എനിമിയെ തള്ളി മാറ്റാൻ. അതിനൊക്കെ ചന്ദ്രൻ അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവനെ താങ്ക് യു 3.69 AED കണ്ടോ. എടീ സാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിക്ക് പെട്ടിയുടെ മേളിലൊക്കെ കയറാൻ ഉപയോഗിക്കാം. കാരണം ഇവിടെ കെട്ടിട്ട് മേളിൽ നിന്ന് കഴിഞ്ഞാൽ 90 ഡിഗ്രി ചാടിയുടെ മേളിൽ കയറും, മനസ്സിലായ? സാച്ചിൽ നമ്മൾ ഫ്രണ്ടിലിട്ടിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ദൂരം പോകും. ഇതില് ആദ്യത്തെ സാച്ചിൽ ഏത് പൊട്ടം പെട്ടിക്ക് ഇടാൻ പറ്റും, എളുപ്പമാണ്. സാച്ചിൽ പോണേന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ 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 പോയിട്ട് നമ്മൾ താഴോട്ട് വരും. താഴോട്ട് ഈ വരൂലേ, അവിടെ നീ സാച്ചിലിടാം. ഇവിടെ രണ്ടാമത്തെ സാച്ചില്. പക്ഷെ ഈ രണ്ടാമത്തെ സാച്ചില് നീ ഇപ്പൊ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നീ ഇതിന്റെ മേളിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? നീ 90 ഡിഗ്രി മുകളിലോട്ടോ, മനസ്സിലായ? ഈ സാച്ചില് രണ്ടാമത്തെ ഇട്ടിട്ട് ഒരു മില്ലി സെക്കൻഡിൽ പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് സാച്ചിൽ എളുപ്പമാണ്, ആർക്കും ഇടാം, ഇതിങ്ങനെ പോകും. രണ്ടാമത്തെ സാച്ചിൽ ഇടുമ്പോഴത്തേക്ക് ഇട്ടിട്ട് ഒരു മില്ലി സെക്കൻഡിൽ പൊട്ടിക്കണം, കണ്ടോ? അപ്പൊ നീ സാച്ചിന്റെ ഫ്രണ്ടിൽ എത്തിക്കണം, മറ്റേത് മേളിൽ നിന്നാണ് പൊട്ടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോകും. ഇങ്ങനെ എത്തിയിട്ട് കുറച്ച് ഫ്രണ്ടിൽ എത്തുമ്പോൾ വേണം പൊട്ടിക്കും, ഒരു മില്ലി സെക്കൻഡിൽ. അപ്പൊ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും. ഞാൻ ട്രൈ ഇല്ല, ഞാൻ ഇവിടെ സാച്ചിലിടാം. നമ്മൾ എത്ര സാച്ചിലിട്ടിരിക്കണം, വർഷങ്ങളായിട്ട് സാച്ചിലിടുന്നവരൊക്കെ. ഇതിലേതാ സാച്ചില്? ഇതല്ലേ? ഇതൊരു ബോംബാ. എന്റെ സ്പേസിലല്ല ജമ്പ്, മനസ്സിലായോ? സ്ക്രോളിലാണ് എന്റേത്. സ്ക്രോളിലാണ് ജമ്പ്. നീ എന്ത് ചെയ്യണേ? ഞാൻ എന്റെ കൺട്രോളില് ജമ്പ് സ്പേസിൽ ക്രൗച്ച്. എടാ ഞാൻ മൗസ് സ്ക്രോളാണ് ഉപയോഗിക്കണേ. ഇതെന്ത് സാച്ചിലാണ്? ഇതെന്ത് സെൻസിറ്റിവിറ്റി? ഇത് എത്ര DP? 800.2 സെൻസിറ്റിവിറ്റി. നിന്റെ എത്ര? 0.4 800 DP. നിന്റെ സെറ്റിംഗ്സ് ഇടാ. നിന്റെ വെള്ളത്തികളോ പിളയ്ക്കണം അവിടെ. നിന്റെ കൺട്രോളും കൂടെ ജമ്പ് മൗസ് മാറ്റിട്ട് കൺട്രോൾ ഇടും, അപ്പൊ പിന്നെ എളുപ്പമായി. ജമ്പ് സ്പേസിലാ ജമ്പ്. ഓക്കെ, ഓൾ ഗുഡ്. എസ്കേപ്പ്. പിച്ചാത്തി മുഖ്യം. ഡിസ്റ്റൻസ് വേണം, പിച്ചാത്തി വേണം കയ്യില്. പിച്ചാത്തി എടുക്കുന്നത് എങ്ങനെയാ? 3. നീ എങ്ങനെ പിച്ചാത്തി എടുക്കണ? സ്ക്രോള്. ഇത് സിമ്പിൾ സാരം. പിന്നെ ഇത് ഉണ്ടാ, പിന്നല്ല സൂപ്പർ. എത്ര കാലം ഇത് കണ്ടോ? നിന്റെ എനിക്ക് 18 വർഷം കൊണ്ട് ഇതിനെ പഠിക്കാൻ പറ്റും. പിന്നല്ല. എടാ ഈ റേസ് കളിക്കാൻ പഠിച്ചൊരു ഗുണം എന്തിനെന്നറിയാമോ? റേസ് ശരിക്കും ഒരു ഇനിഷ്യേറ്റർ ആണ്. നിനക്കൊരു സൈറ്റ് കയറണമെന്ന് വിചാരിച്ചത് എൻട്രൻസ് ആണ് വിചാരിച്ചോ. ലെഫ്റ്റിലോട്ട് ബോംബോട്ട് ഇടാൻ, റൈറ്റിലോട്ട് നേട് അറിയാം, മനസ്സിലായി? 2 ആംഗിൾ ക്ലിയർ ചെയ്ത് നിനക്ക് കയറാം സൈറ്റിൽ. മറ്റേ കൂട്ടത്തിൽ താശയം വിഷമാണെങ്കിലും നിനക്ക് സൈറ്റ് കാണാൻ പറ്റും. ആണല്ലേ? ഞാനപ്പോ നാളത്തെ ട്രൈസ് ആണ്. സാച്ചില് നീ പഠിച്ചാൽ നൈസ് ആയിരിക്കും. സാച്ചിലൊക്കെ നമ്മളിപ്പോ 2 ദിവസം കൊണ്ട് പഠിക്കില്ലേ? എന്ത് സാച്ചിലല്ല, അത് പോകും. ഇത് കണ്ടേ ഇങ്ങനെ കണ്ടേ ചന്ദ്രന്റെ സാച്ചിൽ ഇങ്ങനെയൊക്കെയാ. ചന്ദ്രൻ എങ്ങനെയാന്ന് അറിയാമോ? ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോഴേ സൈഡിൽ ഇവിടെ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോ. ഇതിന്റെ പുറത്ത് ഒരു സാച്ചിലിട്ട് എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പറയാണ്, ഇവിടെ ആളുണ്ടാവൂല, ഇതാകുമ്പോ സ്പൈക്ക് മൂവ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, ഇവിടെ ഇരുന്ന് ഡിഫ്യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ കളിക്കണ പയ്യനാണത്, മനസ്സിലായോ? അപ്പൊ നാളെ ഇമ്മോഡലിന്റെ അസിസ്റ്റന്റ് അത്. ഇല്ല, ഇത് ഈസിയാ സത്യം പറഞ്ഞ. അതായത് എന്താ ക്യൂ ഇടുക, ചാടുക, ക്യൂ ഇടുക, ചാടുക. ഞാൻ സ്പേസിലാ അല്ല സ്പേസിലാ ക്രൗച്ച്. ഇതെന്താ തിരിച്ച്? ഞാൻ ഇത് മാറ്റിട്ട് വരാത്ത എന്താ? കണ്ട ക്രൗച്ച് ജമ്പ് കൺട്രോള്. ഇപ്പഴാണ് വെറുതെ ആണാ അത് പറ. ഇനിയാണ് സെറ്റ്. അത് മാറിപ്പോയി, സാധനം മാറിപ്പോയി. ഇപ്പഴല്ലേ പിടികിട്ടിയതാ. നോക്കിക്കോ,
നമ്മളെ കൊണ്ട് നടക്കൂല. ഞാൻ വല്ല റെയിനോ എല്ലാം എടുത്ത് അടിച്ചോളാം. അതെന്നെ കൊണ്ട് നടക്കൂല കേട്ടാ. ഞാൻ നിന്നെ കാണിച്ചിരാ നോക്കിയോ. ആ എടാ എന്റെ ഇത് നീ നോക്കിയോ. ഇതിലിപ്പം എന്തിനാണ് നീ എന്തേ എല്ലാം മാറ്റിയല്ലേ. എന്തിനൊക്കെയാണ് ഞാൻ മാറ്റണമെന്ന് മറന്നുപോയി. പിന്നെ അയ്യോ മൂഞ്ചി. അയ്യോ ഓ ഡാർക്ക്നെസ്. ഈസി. ഇത് തന്നെയല്ലേ ഞാനും ചെയ്യണേ. ഇത് തന്നെ നീ ചെയ്തത്. പക്ഷെ ഇങ്ങനെ അല്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ സ്വിച്ച് ചെയ്യണം ഇതാ. ശരിക്കും പറഞ്ഞാൽ നീ ഇത് കളിച്ചാലേ ഇത് കളിച്ചാൽ OP ആയി പോവാ ഞാൻ. ഈ പിസ്റ്റല് കണ്ണ സ്വിച്ച് ചെയ്യണം. ഞാൻ ഇതാണ് ഉപയോഗിക്കണത്. ഞാൻ മറ്റേ ഉപയോഗിക്കാറില്ല. സിമ്പിൾ സാധനം. പിന്നല്ലാതെ ഇത് നീ യോറ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നല്ലാതെ കണ്ടായിരുന്നു യോറിന്റെ കളിയൊക്കെ ഞാൻ കണ്ട്. പിന്നെ യോറും അല്ലേ നമ്മളിപ്പോ കളിക്കണേ. ക്രൗച്ചില് ഇത് സെറ്റ്. ഇപ്പഴാണ് സെറ്റ് ആയത്. സെൻസിറ്റിവിറ്റിയുടെ മാറ്റണം. ഞാൻ കുറച്ചിട്ടുണ്ട്. നിന്റെ വേറൊരു കാര്യം പറയട്ടെ. എന്നോട് എത്താറ് അടിച്ചു കേട്ടാ. ഇതെന്തിരി എടാ നിന്റെ എത്താറ് അടിച്ചു. എനിക്ക് കളിക്കാൻ പറ്റില്ല ഇതിനകത്ത്. നിന്റെ സെൻസിറ്റിവിറ്റിയുടെ ആറ്റ്. ഇല്ല ഇവനെ തൊടാൻ പോലും പറ്റൂല എനിക്ക്. എടാ നിന്റെ ഡെത്താർ അടിച്ചില്ലേ ഇതുവരെ? ഇല്ല എന്റെ അടിച്ചു. ദയവ് ചെയ്ത് അങ്ങനൊന്നും പറയരുതേ. ഒരു വർഷമല്ലേ വഞ്ചിട്ട്. റേസർ അല്ലേ ഒരു വർഷം പോണാണ്. കീബോർഡ് എങ്ങനെ ക്യാമറ ഇത് തന്നെ മറ്റേ ആശയെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്ത് ആക്യുറസി നോക്കണേ എന്റെ ഒരെണ്ണം കൊണ്ട്. നിന്റെ സെൻസിറ്റിവിറ്റി ഞാൻ കളിച്ചത് ഇത് എന്റെ പഴയ സെൻസിറ്റിവിറ്റി. ഇത് ഞാൻ കുറച്ചാണ് പോയിന്റ് കളിച്ചത്. ഓ ഇത് വിഷയം. നിനക്കിതില് നിയോൺ കളിക്കാടെ ഇതില്. ഓ എന്നെ കൊണ്ട് പറ്റൂല. ഹാർഡ് ബോട്ടൊന്നും അടിക്കാൻ പറ്റൂല പിന്നെ. ഇതൊക്കെ ഇവന്മാർക്കൊക്കെ പറഞ്ഞുള്ളൂ. നമുക്ക് വല്ല ലോയില് പറ്റിയതാണ്. കച്ചവാ നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതിൽ എങ്ങനെയാണ് അതിന്റെ കൺട്രോൾ തിരിച്ചാക്കണത്? ഓ ഇവന്മാര് വന്നു പോണ എനിക്ക് ഭ്രാന്ത് എടുക്കണം. ഒന്നും ചിന്തിക്കാൻ. ഒരു ചലഞ്ച് തരാം. ഈ ഹാർഡ് ബോട്ടില് 8 അടി മാർഷലിനെ വിളിക്കണം. ഓ കൊള്ളിച്ച 8 അടി മാർഷലിനെ പാടാണ്. 8 അടി മാർഷലിനെ വിളിച്ച ഇപ്പൊ 1000 രൂപ. ശരി കുറച്ച് നീങ്ങ. സൂപ്പർ. പക്ഷെ എനിക്ക് ആർമർ പറ്റൂല, ഹെഡ് ഷോട്ട് പറ്റൂല, ബോഡി ഷോട്ട് അടിച്ചു. ശരി ഓക്കെ സെറ്റ്. പാടാണ് എന്നാലേ നോക്കട്ടെ. മാർഷലിന് 8 അടിയേ. ഓക്കെ സെറ്റ്. ആർമർ ഇൻഫിനിറ്റ് ഇത് ബോട്ട് ആർമർ ഓഫ്. ഓക്കെ സെറ്റ്. പാടാണ് എന്നാലേ ഞാൻ നോക്കാം. 3 4 5 6 7 8. അയ്യോ എന്റെ അമ്മോ. 9 10. ഓ അതിന്റെ കണ്ണിൽ ഒന്ന് മറന്നിരുന്നു. എന്റെ ഹൈയസ്റ്റ് 25 അത് അടിക്കുവായിരുന്നു. ഓ അടിക്കുവല്ലോ. ഏത് സമയത്ത് അത് പറയാൻ തോന്നി എനിക്ക്. 1000 രൂപ കുറച്ച് മുമ്പെങ്കിലും ആൾക്കാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അടിച്ചിട്ട് കൊറേ കാലം ഇത് പിടിച്ചു പോണേ. 1000 എട്. കാച്ചിട് ഇപ്പൊ എനിക്ക് കൊള്ളണേ ഇല്ലടേ. ഫ്ലിപ്പാക്കുമല്ലേ ഇത് ഷോർട്സ് ഇടുമല്ലേ? ഇത് ഞാൻ നാളെ നോക്കട്ടെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിരണം. പക്ഷേ നീ ഇത് 16 ഒരു 20 കിട്ടിയിരുന്ന ഇടായിരുന്നു. ഒരേ കൂടെ നീ പറയൂ ഇത് ചാനലുള്ളവർ അഭിനയിക്കുകയും ചെയ്യും കൂടെ. നിങ്ങളൊന്ന് അത് കട്ട് ചെയ്തിട്ടോളാം ഞാൻ. കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ ഈഗിൾ. അതിന് അറിഞ്ഞൂടായിരുന്നു കേട്ടോ പാവം. താങ്ക് യു ജിതിൻ ബ്രോ. അയ്യോ കളി തുടങ്ങി. അടുത്തത് നോക്കട്ടെ. ഈ പട്ടിയാ വാങ്ങിച്ചാ നീ മറ്റേ ഇതില് പറഞ്ഞേ? ഏത് പട്ടി? ഏതോടെന്നാ വാങ്ങിച്ചത്? സ്റ്റോർ. ഇതാ ഇവിടെ ഇതെന്താ? മറ്റേ കിങ്ഡം പോയിന്റ് വെച്ച് വാങ്ങിക്കാൻ പറ്റണ പട്ടിയുടെ കാർഡ്.